മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ അങ്ങനെ പിണങ്ങി പോവുകയാണ്. ജിസയിൽ അവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് നമുക്ക് ആർക്കും ഫുഡ് ഉണ്ടാക്കണ്ട എന്നല്ലേ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് എന്താണെങ്കിലും ബിഗ് ബോസ് തരുന്നതല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ജിസയിൽ ചോദിക്കുന്നുണ്ട്, അനുമോളെ ഈ ഫുഡ് ഞാൻ ഉണ്ടാക്കിക്കോട്ടെ, ഇത് ബാക്കി വന്ന മാവാന്ന്. ബാക്കി വന്ന മാവും കൊണ്ട് ഉണ്ടാക്കിക്കോ, രാവിലെ മരുന്ന് കഴിക്കാനുള്ളവർക്ക് മാത്രമാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നോക്ക്, ഈ പൊടികൾക്കുള്ളിലൊക്കെ കൊണ്ടുപോയി തക്കാളി ഇട്ടിട്ടുണ്ട്. ഇതെന്തൊക്കെയാണ് ഈ ജിഷൻ ചേട്ടൻ കാണിച്ചു വെക്കുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിഷൻ പറയുന്നുണ്ട്, ഇതൊന്നും ഞാനല്ല, ഇത് എടുത്ത മാവ് ഇത് ഇവിടെ വെച്ചിരിക്കുന്നു. അപ്പോൾ അനുമോളോട് ജിഷൻ പറയുന്നുണ്ട്, അതൊന്നും ഞാനല്ല, ഇത് കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തായിരിക്കും, അത് നെവിനായിരിക്കുന്നത്. നെവിനെ അനുമോൾ വിളിച്ച് നെവിനോട് പറയുന്നുണ്ട്, ഇതെന്തൊക്കെ ഇവിടെ കാണിച്ചു ചെയ്യുന്നത്. എന്നിട്ട് നെവിൻ ആ മാവ് എടുത്ത് ഫ്രിഡ്ജിനകത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ അവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജിഷൻ വന്നിട്ട് പറഞ്ഞിട്ട്, ഞാനൊരു തക്കാളിക്കറിയും കൂടി ഉണ്ടാക്കി തരാം, നിങ്ങളെന്നാൽ കഴിച്ചോ, ഫുഡ് കഴിച്ചോ എന്ന് പറയുന്നുണ്ട്. വെള്ളിയാഴ്ച നമ്മൾ ഫുഡ് ഉണ്ടാക്കാത്തതല്ലേ, ഇപ്പോൾ തക്കാളിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞായറാഴ്ച നമ്മൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നതല്ലേ, ഇനി അതിനൊന്നും സാധനങ്ങളില്ലേ, ഓയിലില്ല, ഒന്നുമില്ല ചേട്ടാ, എല്ലാം കഴിഞ്ഞു എന്ന്. അങ്ങനെ അനുമോൾ സവാള എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരെണ്ണം എടുത്തിട്ട് ഞാൻ തക്കാളിക്കറി ഉണ്ടാക്കിക്കോട്ടെ എന്ന് ജിസൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ എല്ലാ തക്കാളി ഉള്ളിയൊക്കെ എടുത്തു വെച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അനുമോൾ അവിടെ നിന്ന് പിണങ്ങി പോകുന്നുണ്ട്. ഇതിൽ പറയുന്നുണ്ട്, അനുമോളല്ലേ കിച്ചൺ ക്യാപ്റ്റൻ, അനുമോളാണ് തീരുമാനിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഇത്രയും ദിവസം ഇവിടെ ഇതുവരെ വെള്ളിയാഴ്ച നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല, പിന്നെ ഇന്ന് മാത്രം എന്തിനാണ് ഇങ്ങനത്തെ പ്രത്യേകത കാണിക്കുന്നത്. അപ്പോഴേക്കും ജിസയിൽ പറയുന്നുണ്ട്, അനുമോളെ നീ പിണങ്ങിപ്പോവല്ലേ, നീ ഇങ്ങോട്ട് വാ, നീ ദേഷ്യം പിടിക്കല്ലേ, ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജിസയിൽ വിളിക്കുമ്പോൾ അനുമോൾ വരുന്നുണ്ട്. അനുമോൾ ജിസേലിനോട് പറയുന്നുണ്ട്, നീ എന്നാൽ ഫുഡ് ഉണ്ടാക്കി കഴിച്ചോ, നീ ഉണ്ടാക്കി കഴിക്കുമ്പോഴേക്കും ഇനി ബാക്കിയുള്ളവരെല്ലാവരും വരും, ഇതിനിപ്പോൾ ഒരു വലിയ പ്രശ്നമാക്കും ഇവരെല്ലാവരും എന്നും പറയുന്നുണ്ട്.